നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നിരുന്ന സബ്ജക്റ്റ് റെയ്ക്കിയാണ്. റെയ്ക്കി ചികിത്സാ രീതിയെക്കുറിച്ചാണ്. അത് തന്നെ ഇവിടെ തുടരുകയാണ്. റെയ്ക്കി വെറും ഒരു ചികിത്സാ പദ്ധതി എന്നുള്ളതിൽ അപ്പുറം അതൊരു ജീവിത രീതി കൂടെയാണ്. മാത്രമല്ല അതിന് റെയ്ക്കി ചിന്താ പദ്ധതിയിൽ ഒരുപാട് കോൺസെപ്റ്റുകളുണ്ട്, ഒരുപാട് ചിന്താ രീതികളുണ്ട്. അത് ഓരോന്നോരോന്നായി ഞാൻ ഇവിടെ പറയാം. അതിൽ ഈ റെയ്ക്കി ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഓറ എന്നുള്ളൊരവസ്ഥയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഓറ, AURA. ഈ ഓറ എന്ന് പറയുന്നത് നമ്മളുടെ ഭാരതീയ രീതിയിൽ പറയുകയാണെങ്കിൽ ശ്രീമദ് ഭഗവത്ഗീതയിൽ ഒരു സൂക്ഷ്മ ശരീരത്തെക്കുറിച്ചും ഒരു സ്ഥൂല ശരീരത്തെക്കുറിച്ചും പറയുന്നുണ്ട്. സ്ഥൂല ശരീരം എന്ന് വെച്ചാൽ നമ്മളെ ഈ മജ്ജയും മാംസവും ഉൾക്കൊള്ളുന്ന ഈ ശരീരം, അതിനെയാണ് സ്ഥൂല ശരീരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ സൂക്ഷ്മ ശരീരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെന്നാൽ എനർജി ബോഡി അഥവാ ശാക്തികമായിട്ടുള്ള ഒരു ശരീരം, നമുക്ക് ഒരു ശക്തി ശരീരം കൂടെ ഉള്ളതായിട്ട് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ഈ ശക്തി ശരീരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അദൃശ്യമായിട്ടുള്ള ഒരു എനർജി ഫീൽഡ്, ഒരു പ്രകാശ വലയമാണ് ഓറ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്യപൂർവം ചിലവർക്ക്, അതായത് ക്ലെയർവോയൻസ് അല്ലെങ്കിൽ ക്ലെയർ ഓഡിയൻസ് എന്നുള്ള കഴിവുകൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള വ്യക്തികൾക്ക് ഒരു മനുഷ്യൻ്റെ ചുറ്റുമുള്ള ഓറ, ആ അദൃശ്യമായിട്ടുള്ള എനർജി ഫീൽഡ്, ആ പരിവേഷം കാണാൻ സാധിക്കുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്തായാലും എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു അദൃശ്യമായിട്ടുള്ള ഒരു എനർജി ഫീൽഡ് ശരീരത്തിന് ചുറ്റും ഉള്ളതായിട്ടറിയാം. അതിനെയാണ് ഓറ എന്ന് പറയുന്നത്. ചില ആൾക്കാർക്ക് അത് 1-2 ഇഞ്ചാണ് ഉണ്ടാവുക ശരീരത്തിന് പുറത്ത്. ചില ആൾക്കാർക്ക് അത് വളരെ വികാസം പ്രാപിച്ചിരിക്കും. ഇതിന് 1-2 എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളൊക്കെ ബസ്സിലൊക്കെ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ചിലവരെങ്കിലും ശ്രദ്ധിച്ചു കാണുന്നതാണ് എൻ്റെ വിശ്വാസം. ചില വ്യക്തികൾ, നമുക്കറിയാത്ത, തീരെ പരിചയമില്ലാത്ത ചില ആൾക്കാർ നമ്മളെ തൊട്ടടുത്ത സീറ്റിൽ വന്നിരുന്നാൽ നമുക്കെന്തോ അവരോട് വല്ലാത്തൊരു താല്പര്യം തോന്നും. ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ കയറി പരിചയപ്പെട്ടെന്നിരിക്കും. യാത്രയുടെ അവസാനമാകുമ്പോഴത്തേക്കും നമ്മൾ സുഹൃത്തുക്കളായിരിക്കും. ഇനി വേറൊരു വിഭാഗം ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ അടുത്ത് വന്നിരുന്നാൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ല, ഇഷ്ടമോ അനിഷ്ടമോ ഒന്നും തോന്നില്ല. നോർമലായിട്ട് നമ്മൾ യാത്ര ചെയ്യും, യാത്ര അവസാനിക്കും. ഇനി മൂന്നാമതൊരു കൂട്ടർ, വേറൊരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ, ചില ആൾക്കാർ നമ്മളെ അടുത്ത സീറ്റിൽ വന്നിരുന്നാൽ നമുക്കെന്തോ ഒരു അസ്വസ്ഥത അനുഭവപ്പെടും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ തൊട്ടടുത്ത സീറ്റിൽ ചില ആൾക്കാർ വന്നു, ഒരു കാരണം ഉണ്ടാവില്ല, നമ്മളവരെ കണ്ടിട്ടുണ്ടാവില്ല, മുൻ പരിചയം ഉണ്ടാവില്ല, അങ്ങനെ ഒരു അസ്വസ്ഥത അനുഭവപ്പെടാൻ യാതൊരു റീസണും ഉണ്ടാവില്ല. പക്ഷേ ചില ആൾക്കാർ നമ്മുടെ അടുത്ത് വന്നിരുന്നാൽ നമുക്കൊരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നതായിട്ട് കാണും. അതിനെന്താണ് കാരണം എന്നാലോചിച്ച് നോക്കും. ഓരോ വ്യക്തിയും ആ വ്യക്തിയുടെ ചുറ്റും കൊണ്ടു നടക്കുന്ന ഈ പ്രഭാവലയമുണ്ടല്ലോ, ഈ ഓറ, ഈ ഓറയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ചില സ്പന്ദന വിശേഷങ്ങളുണ്ട്, ഫ്രീക്വൻസികളുണ്ട്. ഈ 2 വ്യക്തികൾ തമ്മിലുള്ള ഓറയിൽ കാര്യമായിട്ടുള്ള മിസ്മാച്ച്, ആ ഫ്രീക്വൻസിയിൽ കാര്യമായിട്ടുള്ള മിസ്മാച്ച് വരുമ്പോഴാണ് ഈ വ്യക്തികൾ തമ്മിൽ യാതൊരു കാരണവുമില്ലാതെ പോലും, വിതൗട്ട് എനി റീസൺസ്, ഇവർ തമ്മിൽ അകൽച്ച ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അവർ തമ്മിൽ എന്താ പറയുക, ഇൻടോളറൻസ്, നമുക്ക് ഇഷ്ടക്കേടുണ്ടാകുന്ന കാരണം വരുന്നത്. ഇത് ഓറ ഉണ്ട് എന്നുള്ളതിനുള്ള ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. മറ്റൊരു ഉദാഹരണം കൂടെ പറയുകയാണെങ്കിൽ, അത് ഈ പറയുന്ന ഉദാഹരണം ഓറ മാത്രമല്ല, 6th സെൻസുമായിട്ട് കൂടെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഏകാന്തതയിൽ നമ്മൾ ദൂരത്തേക്ക് നോക്കി നിൽക്കുന്ന ഒരാളെ സങ്കല്പിക്കുക. ഒരു റൂമിനകത്ത് ഒരാളങ്ങനെ ദൂരെയുള്ളൊരു മലകളോ അല്ലെങ്കിൽ നീലാകാശമൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ പുറകിലൂടെ ആളറിയാതെ, ശബ്ദം ഉണ്ടാക്കാതെ നമ്മൾ ഒരാളുടെ അടുത്തേക്ക് ചെല്ലുവാണെങ്കിൽ, പുറകിലൂടെ വരികയാണെങ്കിൽ, ഒരു സർട്ടൺ ഡിസ്റ്റൻസ് എത്തിക്കഴിയുമ്പോൾ ഈ ദൂരേക്ക് നോക്കി നിൽക്കുന്ന ആൾക്ക് തോന്നും പുറകിൽ എന്തോ വരുന്നുണ്ട്, എന്തോ സംതിങ്. ഉടനെ തിരിഞ്ഞു നോക്കാനുള്ളൊരു പ്രവണത ഉണ്ടാകും. ഇത് മിക്കവാറും ആൾക്കാർക്ക് ഉണ്ടാവും. നമ്മൾ അത്രയധികം വേറെ ഡൈവേർട്ട് ചെയ്തില്ലെങ്കിൽ, ചിന്ത അത്രയധികം പോയില്ലെങ്കിൽ മാത്രമേ ഇത് അറിയാതിരിക്കുന്നുള്ളൂ. ഒരുവിധം നോർമൽ ആൾക്കാർക്കെല്ലാം ഇത് ഫീൽ ചെയ്യും. ഇതും ഈ വരുന്ന വ്യക്തിയുടെ ഓറയും ഈ നിൽക്കുന്ന ആളുടെ ഓറയും തമ്മിൽ ടച്ച് ചെയ്യുമ്പോഴാണ് ഇത് സെൻസ് ചെയ്യുന്നത് അഥവാ ഫീൽ ചെയ്യുന്നതെന്നാണ് പറയപ്പെടുന്നത്. അതിന് 6th സെൻസ് എന്ന് പറയും. മൃഗങ്ങൾക്ക് ഈ ഇൻസ്റ്റിങ്ക്റ്റ്, ഈ ഒരു 6th സെൻസ് വളരെ കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ റെയ്ക്കി പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രദ്ധിക്കുന്ന വേറൊരു കാര്യം, ഡിഫറെൻറ്റ് എനർജി ഫീൽഡുകളാണ്. ഓരോ പ്രദേശത്തിൻ്റെയും എനർജി ഫീൽഡുകൾ, ശക്തികൾക്കുള്ള വ്യത്യാസങ്ങൾ. അതിപ്പോൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ചില വീടുകളിൽ നമ്മൾ കയറി ചെന്നാൽ അറിയാം, വളരെ പ്ലസൻ്റ് ആയിരിക്കും.
ഇവിടെ നമുക്ക് അങ്ങനെ അവിടെ ഇരിക്കാൻ തോന്നും. കുറേ നേരം 5 മിനിറ്റ് വർത്തമാനം പറയാൻ വിചാരിച്ച് എന്നാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ അവിടെ ഒരു അരമണിക്കൂർ ഇരുന്ന് പോകും. അവിടെ ഇരുന്ന് കുറേയധികം ആശ്വാസമാവും, ശാന്തിയും സമാധാനം എല്ലാം കിട്ടും. അത് ആ വീടിൻ്റെ അല്ലെങ്കിൽ ആ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ എനർജി ഫീൽഡാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ പുറകിൽ മറ്റു ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിലും ബേസിക്കലി അവസാനത്തെ എൻഡിൽ അത് എനർജി ഫീൽഡാണ്. അതേപോലെ വേറെ ചില വീടുകൾ കയറി ചെന്നാൽ നമുക്ക് ഉടനെ അവിടെ നിന്ന് സ്ഥലം വിടാൻ തോന്നും. അവിടെ നിൽക്കാൻ പറ്റില്ല. അവിടുത്തെ അന്തരീക്ഷം അഥവാ അത് അവിടെയുള്ള എനർജി ഫീൽഡാണ്. അതും ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ചിലപ്പോൾ മറ്റ് അജ്ഞാതമായ അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങളും ഉണ്ടായിരിക്കാം. പക്ഷേ ആ ഒരു എനർജി ഫീൽഡ് അവിടെ ഉണ്ട്. അത് നമ്മളുടെ ഇന്നർ സെൻസിൽ, നമ്മളുടെ ഉള്ളിൽ നമ്മൾക്ക് ഫീൽ ചെയ്യണം. ആ ഫീൽ ചെയ്യുമ്പോഴാണ് നമ്മൾ കുറേ അധികം ദീർഘനേരം സംസാരിക്കാൻ വേണ്ടി പോയ ആൾ അധികമൊന്നും പറയാതെ 1 മിനിറ്റ് കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിച്ച് വേഗം അവിടെ നിന്ന് സ്ഥലം വിടുന്ന ഒരു പ്രവണത വരുന്നത് അവിടുത്തെ എനർജി ഫീൽഡാണ്. ഇങ്ങനെ എനർജി ഫീൽഡുകളെ കുറിച്ചും നമ്മൾ അറിയാൻ ഇടയാവുന്നു നമ്മൾ റേക്കി പഠിക്കുന്നതോട് കൂടിയിട്ട്.